രാത്രി യാത്രയാണ് ഒറ്റയ്ക്ക്. മനസ്സിലുള്ളത് കണ്ണീരിൽ നനഞ്ഞ ഭൂതകാലം. എങ്കിലും നിലാവ് വീണിരിക്കുന്നു. ഞാൻ സന്തുഷ്ടനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ രചിച്ച നോവൽ ദൈവത്തിൻ്റെ കണ്ണീർ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. സംഗീതം ഋത്വിക് എസ് ചന്ദ്. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. ഭാഗികമായ നോവൽ വായനയ്ക്ക് മുമ്പ് ദൈവത്തിൻ്റെ കണ്ണീരിലെ കഥാപാത്രങ്ങളെപ്പറ്റി 2 വാക്ക്. ഗുജ്രിഫ്, മാൾവ, കുഞ്ഞയ്യപ്പൻ, തിമോത്തി ഉള്ളീഞ്ഞ് എന്നിങ്ങനെ 4 കഥാപാത്രങ്ങളാണ് ദൈവത്തിൻ്റെ കണ്ണീരിലുള്ളത്. വാസ്തുശില്പിയായ ഗുജ്രിഫും സഹപ്രവർത്തകയും സുഹൃത്തുമായ മാൾവയും, അതുപോലെ തന്നെ ചരിത്രകാരനായ കുഞ്ഞയ്യപ്പനും അയാളുടെ ആഫ്രിക്കക്കാരിയായ സുഹൃത്ത് തിമോത്തി ഉള്ളീഞ്ഞും. അവർ ഇടയ്ക്കിടെ കണ്ടുമുട്ടുന്നു. ചിലപ്പോൾ ഒന്നിച്ചും ചിലപ്പോൾ വെവ്വേറെയും. തങ്ങൾ കടന്നുവന്ന ജീവിതാനുഭവങ്ങളെക്കുറിച്ചും വഴികളെക്കുറിച്ചും അവർ ചിലത് സംസാരിക്കുന്നു, ചിന്തിക്കുന്നു, പങ്കുവയ്ക്കുന്നു. വിവാഹിതരല്ലെങ്കിലും ചിലപ്പോൾ ഒന്നിച്ചുറങ്ങുന്നു, ചിലപ്പോൾ വെവ്വേറെയും. വിവാഹം, കുടുംബജീവിതം തുടങ്ങിയ സാമ്പ്രദായിക ചര്യകളൊന്നും ഇവരുടെ ജീവിതത്തിലില്ല. ഓരോരുത്തനും അവനവൻ്റെ വഴി, അവനവൻ്റെ സ്വാതന്ത്ര്യം. ആരും ആരുടെയും ജീവിതത്തിന് തടസ്സമോ ബന്ധനമോ അല്ല. എങ്കിലും ആത്യന്തികമായ ഒരു നന്മ, കരുതൽ, കരുണ ഇവർക്കിടയിലുണ്ടെന്ന് വരാം. അതായിരിക്കാം വ്യത്യസ്ത ചരിത്രഭൂമികകളിലും ദേശങ്ങളിലും പെട്ടവരെങ്കിലും ഇവരെ തമ്മിൽ കൂട്ടിയിണക്കുന്ന പൊതുഘടകങ്ങളിലൊന്ന്. അതാകട്ടെ നിയമപരമായ ഒരു ബാധ്യതയല്ല, മറിച്ച് മാനവികമായ ഒരു സഹകരണമാണ്. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ കണ്ണീർ എന്ന നോവലിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും കഥാപരിസരത്തെക്കുറിച്ചും സാമാന്യമായി പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. ശാന്തമായ കുന്നിൻപുറം, സായന്തനം. വെയിൽ അണയുന്നതും താഴ്വരയിൽ നിഴലുകൾ പടരുന്നതും നോക്കി അവർ കൽപ്പരപ്പിലിരുന്നു. എന്തെങ്കിലും പറയേണ്ടതുണ്ടോ എന്നാലോചിക്കുകയായിരുന്നു ഗുജ്രിഫ്. അയാളുടെ കണ്ണുകൾ താഴ്വര കടന്ന് അപ്പുറം കുന്നിൻ ചെരുവിൽ വീണു. അവിടെ ഇടവഴിയുടെ ഒരറ്റത്തു നിന്ന് കുഞ്ഞുടുപ്പും കാലുറയും ധരിച്ച ഒരു കുട്ടി പട്ടുപാവാടയും ജാക്കറ്റും ധരിച്ച ചേച്ചിയുടെ കൈ പിടിച്ച് മുൻപോട്ട് നടന്നു. ഏറെ നടന്ന് അവർ നിഴലുകളിൽ മറഞ്ഞു. എവിടെ നിന്നോ പറന്നുയർന്ന ഒരു കൊറ്റി അവർ പോയ വഴിയെ കുതിച്ച് പിന്നീട് തിരിച്ചു പറന്നു. ചുവന്ന അവക്ഷിപ്ത ശിലകൾ, വെള്ളാരം കല്ലുകൾ, പായൽ പിടിച്ച കരിങ്കല്ലുകൾ. സമയം ഒരു നദിയായി ഒഴുകി കാലഗർത്തങ്ങളിൽ പതിക്കുന്നത് അവർ ശിരസ്സു നമിച്ചു ശ്രവിച്ചു. ഉള്ളീൻ നക്ഷത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങുന്ന ആകാശത്തിൻ്റെ വർണ്ണപ്പകർച്ചകളിൽ കണ്ണുനട്ടുകിടന്നു. മാൾവ അവളുടെ അരികിലിരുന്ന് ധ്യാനത്തിൻ്റെ അനന്തതലങ്ങൾ താണ്ടി.
22. അണുവും താരവും തുല്യതയിൽ വർത്തിച്ചാണ് ഗുജറിഫ് പ്രപഞ്ചം ചലിക്കുന്നത്. അണുവിൻ്റെ ഹൃദയം തപിക്കുമ്പോൾ പ്രപഞ്ചഹൃദയവും മ്ലാനമാവും. പക്ഷേ മനുഷ്യൻ രചിക്കുന്ന ചരിത്രത്തിൽ എവിടെയാണ് അണുക്കളുള്ളത് ഗുജറിഫ്? താരങ്ങളുടെ ഉദയം, പ്രഭാകാലം, ക്ഷീണം, അസ്തമയം. പക്ഷേ അണുക്കളില്ലെങ്കിൽ താരങ്ങൾക്ക് എന്തർത്ഥമാണുള്ളത് ഗുജറിഫ്? അണുവിൻ്റെ ഉണ്മ, പരിസരം, അവസ്ഥാന്തരങ്ങൾ. അണു എന്ന പൊതു സ്വത്വത്തിൻ്റെ അല്ല ഓരോ അണുവിൻ്റെയും സ്ഥിതി, താപമാനം, വികിരണം. ഒരു അണുവിൻ്റെയെങ്കിലും കഥ വിട്ടുപോകുമ്പോൾ പ്രപഞ്ചകഥ പൂർണ്ണമാവുന്നത് എങ്ങനെ ഗുജറിഫ്? അണുക്കൾ കത്തി അമർന്നല്ലേ കാലാന്തരത്തിൽ ഒരു പ്രപഞ്ചം തന്നെ നിശ്ചലമാവുന്നത്? ഗുജറിഫ്, കുഞ്ഞയ്യപ്പ, ഗുജറിഫ്. അതേ ഗുജറിഫ്, നിശ്ചയമായും ഞാൻ പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ ശ്രമിക്കുകയല്ല, മറിച്ച് ആഴത്തിൽ, ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ക്ഷുരകന്റെയെങ്കിലും, ഒരു കുംഭാരന്റെയെങ്കിലും, ഒരു ധോവിയുടെയെങ്കിലും കഥ വിട്ടുപോകുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ കഥ പൂർണ്ണമാവുന്നത് എങ്ങനെയാണ് ഗുജറിഫ്? മുടി മുറിക്കപ്പെടാതിരിക്കുമ്പോൾ, വസ്ത്രങ്ങൾ അലക്കപ്പെടാതിരിക്കുമ്പോൾ, പാത്രങ്ങൾ നിർമ്മിക്കപ്പെടാതിരിക്കുമ്പോൾ സമൂഹം പ്രവർത്തനനിരതമാവുകയും രാജ്യം ചലിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഗുജറിഫ്? കർഷകർ അന്നം ഉൽപ്പാദിപ്പിക്കാതിരിക്കുമ്പോൾ രാജ്യം ഭക്ഷിക്കുന്നതും, തോട്ടികൾ പണിയെടുക്കാതിരിക്കുമ്പോൾ വിസർജ്യം നീക്കം ചെയ്യപ്പെടുന്നതും എങ്ങനെയാണ് ഗുജറിഫ്? കുഞ്ഞയ്യപ്പൻ മനസ്സിൽ കണ്ടു. പണ്ടാരപ്പാട്ട വിളംബരം ചർച്ച ചെയ്യാനിരുന്ന ദിവസം ക്ഷുരകൻ എത്തിയിട്ടില്ലാത്തതിനാൽ നരച്ചു തുടങ്ങിയ താടിയും ചെമ്പിച്ച മീശയും നോക്കി രാജാവ് നിലക്കണ്ണാടിയുടെ മുന്നിൽ വിഷണ്ണനായിരിക്കുന്നു. മുലക്കച്ചയും കോണകവും അടിവസ്ത്രവും അലക്കിയെത്തിയിട്ടില്ലാത്തതിനാൽ അടിമവ്യാപാരം നിർത്തലാക്കേണ്ട ദിവസം സദസ്സിൽ പ്രത്യക്ഷപ്പെടാനാവാതെ രാജ്ഞി അരമനയിരുട്ടിൽ പതുങ്ങിയിരിക്കുന്നു. വഞ്ചികൂടോരത്ത് കുഞ്ഞിമായൻ വെള്ളക്കാരായ കാഫിർമാരിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കണമെന്ന് ഒറ്റയ്ക്ക് വിളിച്ചു പറഞ്ഞു നടക്കുന്നു. നിലമ്പൂരിൽ കുടിയേറിയ കുംഭാരത്തരുണിമാർ ഉടുമുണ്ടുയർത്തി വിയർപ്പൊപ്പുന്നതും, മുക്കട്ടയാറ്റിൽ കുളിക്കുമ്പോൾ തോർത്തു വകഞ്ഞ് തുടകൾക്കിടയിൽ സോപ്പ് തേക്കുന്നതും കണ്ട് കുറുമ്പിലങ്ങോട്ടെയും വഴിക്കടവിലെയും ചള്ളിയല്ലിലെയും നായർ തറവാടുകളിലും തീയക്കുടിലുകളിലും നിന്ന് വാണങ്ങൾ മുകളിലേക്കുയരുന്നു. വാണിയക്കുടികളിൽ കലാപമുയരുന്നു. മാൾവ. കാറ്റിൽ മരച്ചില്ലകളിളകി. നിരപ്പിൽ നിന്ന് 3000 അടി ഉയരമുള്ള കുന്നിൻപുറം. പാറകൾ, ചരൽത്തറ, പുൽപ്പരപ്പ്. മാൾവ, താഴ്വരയിൽ പാലകൾ പൂത്തിരിക്കുന്നു. അതേ ഉള്ളീഞ്ഞ്, ചമ്പകം, കച്ചോലം, കരിങ്കുറിഞ്ഞി, കാറ്റിൽ ജലഗണങ്ങൾ. അതെ, അകലെ പർവ്വതതടങ്ങളിൽ നിന്നുത്ഭവിച്ച് ചാന്ദ്രകിരണങ്ങളെ തഴുകി. മാൾവ, നിനക്ക് വേദന തോന്നുന്നുവോ? എന്തിന്? പിന്നീടെപ്പോഴോ മാൾവ ആ ചോദ്യം സ്വയം ചോദിച്ചു. വേദന എന്തിന്? ഒരിക്കലും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല മാൾവയ്ക്ക്. മനുഷ്യൻ വേദനിക്കുന്നു, പക്ഷേ എന്തിന്? എപ്പോഴും അവളുടെ കണ്ണുകൾ സർവേശ്വരൻ്റെ കാരുണ്യവർഷങ്ങളിൽ തങ്ങി. കുതൂഹലമാർന്ന കണ്ണുകളും അനായാസ ചലനങ്ങൾ സാധ്യമാവുന്ന കൈകാലുകളുമുള്ള ഓമനത്വമുള്ള പൂച്ചകൾ.
ഒരു ഉരുളച്ചോറിനും ഒരു ബിസ്ക്കറ്റ് കഷണത്തിനും നന്ദിയുടെ പരമപ്രകാശനം കാട്ടുന്ന നായകൾ. ഒന്നിനും വേണ്ടിയല്ലാതെ, ആരോടുമുള്ള ഒരപേക്ഷയും കൂടാതെ, സർവേശ്വരനോടുള്ള സല്ലാപത്തിനു വേണ്ടി മാത്രം ഹൃദയം തുറന്നു പാടുന്ന പറവകൾ. അവളുടെ കരങ്ങൾ അറിയാതെ മുകുളിതമായി, നന്ദിയുടെ പ്രകാശം നിറഞ്ഞ് കണ്ണുകളും.